മൂത്ത ആള് നിൽക്കുമ്പോ എങ്ങനെയാ രണ്ടാമത്തെ ആളെ നാട്ടുകാരെന്ത് പറയും? നാട്ടുകാർ പറയുന്നത് ഈശ്വരവിധിയല്ലല്ലോ. ഈശ്വര തീരുമാനമാണ് ഞാൻ പറഞ്ഞത്. അപ്പോ എന്റെ സംശയം ശരി തന്നെ. ഇപ്പോ ഗിരി പറഞ്ഞതുപോലെ രത്നയുടെ വിവാഹം എന്തുകൊണ്ടാ ഇങ്ങനെ നീണ്ടുപോകുന്നതെന്ന് സംശയമുള്ളതുകൊണ്ടാ എല്ലാവരുടെയും ജാതകം എടുക്കാൻ പറഞ്ഞത്. ഈ പൂവള്ളി തറവാട്ടിൽ അടുത്ത് നടക്കാൻ പോകുന്ന വിവാഹം രത്നയുടേതല്ല, അവിട്ടം നക്ഷത്രക്കാരിയുടേതാ. ആരാ അവിട്ടം? രശ്മി. എന്റെയോ? ഇല്ല ഇല്ല ഇല്ല, ജോൽച്ചെടുക്കാ തെറ്റിയേ. എന്റെ കല്യാണമല്ല, രത്നേച്ചിന്റെ കല്യാണം ആദ്യം നടക്കണ്ടേ. ഞാൻ പറഞ്ഞതൊന്നും ഇതുവരെ തെറ്റിയിട്ടില്ല അല്ലേ ഗിരി? രശ്മിയുടെ വിവാഹം നീളുന്നതുകൊണ്ടാ രത്നയുടെ വിവാഹത്തിന് തടസ്സങ്ങൾ ഉണ്ടാകുന്നതും ഇങ്ങനെ നീണ്ടുപോകുന്നതും. ആ, രശ്മിക്കും വിവാഹപ്രായമായല്ലോ, ആദ്യം അതങ്ങ് നടത്തണം. ജോത്സരെ പറയുന്നോണ്ട് വേറെ ഒന്നും വിചാരിക്കരുത്. മൂത്ത ആള് നിൽക്കുമ്പോ എങ്ങനെയാ രണ്ടാമത്തെ ആളെ നാട്ടുകാരെന്ത് പറയും? നാട്ടുകാർ പറയുന്നത് ഈശ്വരവിധിയല്ലല്ലോ. ഈശ്വര തീരുമാനമാണ് ഞാൻ പറഞ്ഞത്. നാട്ടുകാരെന്ത് കരുതുമെന്ന് ആലോചിച്ചിരുന്ന ഇനിയും താമസിക്കുമെന്നല്ലാതെ മറ്റു പ്രയോജനങ്ങളൊന്നുമില്ല. അറിയാലോ, ഞാൻ പറയുന്നതൊക്കെ നടന്നിട്ടുണ്ട്. രത്നമോളുടെ കല്യാണം എപ്പോഴാ നടക്കുക? രാശിപ്പലകയില് കല്യാണ യോഗം ഇല്ല. ഇല്ലാന്ന് വെച്ചാല് ഉടനെ ഇല്ല. പക്ഷേ ഒരാളുടെ കല്യാണം ഉടനെ നടക്കും. വേറെ ആരുടെ അല്ല, തൻ്റെ. നമ്മൾ എന്ത് തീരുമാനിച്ചാലും അവസാനം ഈശ്വരവിധിയെ നടപ്പിലാകും. ഇതും അങ്ങനെ കണക്കാക്കി മുന്നോട്ടിറങ്ങുക. എല്ലാം നല്ലതിനു വേണ്ടിയാണെന്ന് വിശ്വസിക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാം നടക്കും, നടത്തി തരും ഈശ്വരൻ. ആ, രശ്മിയുടെ പേരിൽ ഭഗവതിക്കൊരു ചുറ്റുവിളക്ക് നേർന്നോളുക. തിങ്കളാഴ്ച ദിവസം സ്വയംവരാർച്ചന കൂടി നടത്തിക്കോ. എല്ലാം ഭംഗിയായി നടക്കും. രശ്മിയുടെ കല്യാണം ആദ്യം നടക്കുന്നതെന്ന് വെച്ചാ അത് നടക്കട്ടെ ഏട്ടാ. ചേച്ചി, മോളെ
ഈ പെണ്ണ് കുറച്ചുകൂടെ കൊള്ളാന്ന് തോന്നുന്നു. ഉള്ളതേ നല്ലത് ഇതാ മുത്തശ്ശി. എന്താ മുത്തശ്ശി വരാൻ പറഞ്ഞത്? നീ ഇരിക്കെ. ഈ ഫോട്ടോയൊക്കെ ഒന്ന് നോക്കിയിട്ട് നമ്മുടെ ഇന്ദ്രന് ചേരുന്ന പെൺകുട്ടി ഉണ്ടോന്നൊന്ന് നോക്കിക്കേ. ദാ എനിക്കും ഇവക്കും ഇഷ്ടായത് ഈ കൊച്ചിനെയാ. നീ ഒന്ന് നോക്കിക്കേ. കുട്ടിയൊക്കെ കൊള്ളാം, പക്ഷേ ഇതെങ്ങനെ അവനോട് അവതരിപ്പിക്കും? അവതരിപ്പിച്ചേ പറ്റൂ. പിന്നെ അവനിങ്ങനെ എന്നും ഒറ്റാന്തടിയായിട്ട് നടന്നാ മതിയോ? അവൻ മനസ്സിൽ കൊണ്ട് നടന്ന പെണ്ണ് അവനെ കളഞ്ഞിട്ട് പോയി. അവളിപ്പോ മറ്റൊരുത്തന്റെ ഭാര്യയാ. അവള് പോയിന്നും പറഞ്ഞ് അവൻ ഇനിയൊരു ഭാവി വേണ്ടേ? മുത്തശ്ശി പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവും, അവനും കൂടെ മനസ്സിലാവണ്ടേ? എത്ര തവണ അവനോടിപ്പോ നമ്മൾ പറഞ്ഞു. ഇനിയും പറയണം. അവൻ സമ്മതിക്കുന്നത് വരെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. നിങ്ങൾ പറഞ്ഞു മടുത്തെങ്കിൽ ഞാൻ പറയാം. എന്തിനും വരുന്നുണ്ട്. ഇന്ദ്ര, ഞാൻ നിന്നോടൊരു കാര്യം പറയാം, നീ അതനുസരിക്കണം. എന്താ മുത്തശ്ശി? ദാ ആ കിടക്കുന്നതൊക്കെ നിനക്ക് വേണ്ടി ആലോചിച്ച പെൺകുട്ടികളുടെ ഫോട്ടോയാ. നിനക്കും നമ്മുടെ കുടുംബത്തിനും ചേരുന്ന ബന്ധങ്ങളായല്ല. അതെല്ലാം ഒന്ന് നോക്കിയിട്ട് നിനക്ക് ആരെയാ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാ ഒന്ന് പറഞ്ഞേ. എനിക്ക് പറയാനുള്ളത് നേരത്തെ ഞാൻ മുത്തശ്ശിയോട് പറഞ്ഞാണല്ലോ. ആ തീരുമാനത്തിൽ തന്നെയാ ഞാനിപ്പോഴും. ലോകത്ത് കല്യാണം മുടങ്ങുന്ന ആദ്യത്തെ ആളൊന്നും അല്ലല്ലോ നീ. അവള് വേറൊരുത്തന്റെ കൂടെ പോയി അന്തസ്സായിട്ട് ജീവിക്കുന്നു. നീയോ ഇവിടെ ശപഥം എടുത്ത് ഒറ്റയ്ക്ക് ജീവിക്കുന്നു. അതിനൊരവസാനം വേണം. മുത്തശ്ശി പറയുന്നതിലും കാര്യമുണ്ടാ. അവളോടുള്ള നിന്റെ വെറുപ്പും വാശിയും പ്രതികാരവും ഒക്കെ അങ്ങനെ തന്നെ വച്ചോണ്ട് നീ മറ്റൊരു വിവാഹത്തിന് തയ്യാറാവണം. പാർവതി ചത്ത് ചിതയുടെ അവസാനത്തെ കനൽത്തരിയും അണയാതെ മറ്റൊരു ബന്ധത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കില്ല. എന്റെ ഈ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല മുത്തശ്ശി.